ഒരു സൈനിക ഉദ്യോഗസ്ഥനെ എങ്ങനെയാണ് യുഎസ് ഇറാനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്? ഇതൊരു വലിയ അത്ഭുതമായിട്ട് തുടരുകയാണ്. പ്രത്യേകിച്ചും ഈ യുഎസിൻ്റെ ഒരു മിലിറ്ററി കപ്പാസിറ്റി എത്രമാത്രം ശക്തമാണ് എന്നാണ് ഇത് തെളിയിക്കുന്നത്. ഇറാൻ ഒരുപാട്, അതായത് ഈ സൈനിക ഉദ്യോഗസ്ഥനെ പിടിച്ചു നൽകുകയാണെങ്കിൽ പണം അടക്കം ഇറാനിയൻ ജനതയ്ക്ക് വാഗ്ദാനം നൽകിയിരുന്നു. പക്ഷെ അതൊന്നും അവർക്ക് സാധിച്ചില്ല. അപ്പോൾ എന്താണ് യുഎസിൻ്റെ കൈവശം ഉണ്ടായിരുന്ന ആ ഒരു വളരെ പ്രിസിഷൻ ആയിട്ടുള്ള ഒരു സെർച്ച് ഓപ്പറേഷൻ എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത്. എവിടെയാണ് ഇറാന് പരാജയം സംഭവിച്ചത്? ഏറ്റവും പ്രധാനം അമേരിക്കയുടെ ടെക്നോളജിയാണ്. അതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ അത് മാത്രമല്ല, അമേരിക്കയുടെ യുദ്ധതന്ത്രം അല്ലെ റെസ്ക്യൂ തന്ത്രം അതുപോലെ ടെക്നോളജി പോലെ തന്നെ പ്രധാനമാണ്. പിന്നെ അമേരിക്കയുടെ ഈ CIA പോലെയുള്ളവർ ഇറാനിൽ നടത്തിയ ചില ഓപ്പറേഷൻസ് ഉണ്ട്. അതായത് ഇറാന്റെ അന്വേഷണത്തെ അവർ വഴിതെറ്റിച്ചു. അതാണ് അടുത്ത കാരണം. പിന്നെ ഇവർക്ക് ഈ ശത്രുപാളയത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അമേരിക്കയുടെ ഒരു സൈനികനോ ഒരു പൈലറ്റ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യനോ, ഇപ്പൊ ഈ 2 ദിവസത്തോളം അവിടെ കാണാതെ പോയ ആള് ഒരു വെപ്പൺ സിസ്റ്റം ഓപ്പറേറ്ററായിരുന്നു, വെപ്പൺ സിസ്റ്റം ഓഫീസറായിരുന്നു. അപ്പൊ ഇവരുടെ ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് സർവൈവൽ, ഇവേഷൻ, റെസിസ്റ്റൻസ് ആൻഡ് എസ്കേപ്പ് ട്രെയിനിങ് എന്ന് പറയും. ആ ട്രെയിനിങ്ങിൽ എങ്ങനെ മറഞ്ഞിരിക്കണം എന്ന കൃത്യമായിട്ട് അവർക്ക് സൂചനകൾ കൊടുക്കും. അപ്പം നമ്മൾ ചില സിനിമകളിലൊക്കെ കാണും. എനിക്ക് തോന്നുന്നു, ഇത് ഓർക്കുന്നുണ്ടോ എന്നറിയാൻ വയ്യ, മമ്മൂട്ടി അഭിനയിച്ച മായാവി എന്നൊരു സിനിമയുണ്ടായിരുന്നു. എങ്ങനെ തൂണുകൾക്ക് പിറകിൽ മറഞ്ഞിരുന്നുകൊണ്ട് പിന്നെ ജയിലിൽ കഴിയുന്ന ഒരു വ്യക്തി എങ്ങനെ എതിരാളികളെ തല്ലി താഴെ ഇടുന്നു. അതാണ് നമ്മളത് കേൾക്കുമ്പോൾ ഒരു കൗശലമാണ്. ഒരുപാട് പിന്നെ എക്സാജറേഷനൊക്കെ ഉണ്ട്, അതിശയോക്തിയൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ തന്നെ ഈ സൈന്യം അല്ലെങ്കിൽ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പുകൾ, കമാൻഡോകൾ, ഇവരൊക്കെ കൃത്യമായിട്ട് പ്രയോഗിക്കുന്ന ചില തന്ത്രങ്ങളാണ്. എങ്ങനെ നമ്മൾ പൊതുജനത്തിന്റെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു നിൽക്കാം. ഒരാൾക്കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ചിലപ്പോൾ മറഞ്ഞു നിൽക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇതൊന്നും ഒരു അത്ഭുതമോ അതിശയോക്തിയോ അല്ല. ഇതൊക്കെ ട്രെയിനിങ്ങിന്റെയും ആൾക്കാരുടെ ശ്രദ്ധ തെറ്റിക്കുന്നതിൻ്റെയും ഒക്കെ ഫലമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളാണ് അമേരിക്കൻ സൈനികനെ ഈ 2 ദിവസത്തോളം ഇറാന്റെ സ്വന്തം ഭൂപ്രദേശത്ത്, മാത്രവുമല്ല ഇറാൻ വലിയ തുക ഓഫർ ചെയ്തിരുന്നു ഇറാനിലെ പൊതുജനങ്ങൾക്ക്. ഇയാളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാൽ ഞങ്ങൾ വലിയ റിവാർഡ് തരും. അത് പിന്നെ ജീവനോടെ കൊടുക്കണമെന്നില്ല, പിന്നെ മരിച്ചായാലും ശവമെങ്കിലും കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതെല്ലാം പിന്നെ അതിനെയൊക്കെ പരാജയപ്പെടുത്തി ഈ വ്യക്തി പിന്നെ അമേരിക്കയ്ക്ക് ഈ വ്യക്തിയെ തിരികെ കൊണ്ടുപോകാൻ പറ്റി. അപ്പൊ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകും. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഗൗതം എന്തോ ചോദിക്കാൻ വന്നതുപോലെ എനിക്ക് തോന്നി. ചോദിക്കാനുണ്ടെങ്കിൽ F-15 ഈ സ്ട്രൈക്ക് ഈഗിൾ എന്ന് പറയുന്ന ഈ ഫൈറ്റർ ജെറ്റാണ് ഈ വെള്ളിയാഴ്ച ഇറാൻ വീഴ്ത്തിയത്. അപ്പോൾ ഇതിലെ ഈ രണ്ടാമത്തെ ഈ വെപ്പൺ സേഫ്റ്റി ഉദ്യോഗസ്ഥനെയാണ് രക്ഷപ്പെടുത്തത്. അപ്പൊ ഈ ഘട്ടങ്ങളിൽ ഇയാൾ ഇസ്വാൻ പ്രൊവിൻസ്, അവിടെയാണ് ഇത് അപകടം സംഭവിച്ചത് ഇറാനിലെ. ഇത്രയും നേരം ഇയാൾ എന്തായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ട്രെയിനിങ് ആണ് അവർക്ക് ലഭിക്കുന്നുണ്ടാവുക? അല്ല, അതിനെക്കുറിച്ച് അവരിപ്പോ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇസ്ഫഹാൻ എന്ന് പറയുന്ന ഇറാന്റെ തെക്ക് കിഴക്ക് പ്രോവിൻസ് ആണെന്ന് തോന്നുന്നത്. അവിടെയാണ്, അതോ തെക്ക് പടിഞ്ഞാറ്, തെക്കൻ ഭാഗത്തുള്ളതാണ്. അവിടെ ഈ പിന്നെ വിമാനം തകർന്നപ്പോൾ തന്നെ പൈലറ്റിനെ അമേരിക്കയ്ക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റി. ഈ വിമാനം തകരുമ്പോൾ തന്നെ ഇവരുടെ കയ്യിലുള്ള ഒരു GPS സിസ്റ്റം ഉണ്ട്. ആ GPS ബീമുകൾ വഴി ഇവരെ പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിയും. അങ്ങനെ അതായത് സാറ്റലൈറ്റ് ബേസ്ഡ് ബീക്കൺ എന്നാണ് പറയുന്നത്. GPS ബീക്കൺ എന്ന് പറയുന്ന ഒരുതരം പ്രകാശ അല്ലെങ്കിൽ ലേസർ പോലുള്ള രശ്മികൾ ഉപയോഗിച്ച് തന്നെ ഉപഗ്രഹം വഴി ഇവരെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇവരുടെ കയ്യിലുള്ള സ്പെഷ്യൽ റേഡിയോ ഉണ്ട്. അതായത് എൻക്രിപ്റ്റഡ് മെസ്സേജുകൾ പ്രക്ഷേപണം ചെയ്യുന്ന URC 141 എന്ന് പറയുന്ന റേഡിയോ, ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് കൃത്യമായിട്ട് പൈലറ്റിനെ ആദ്യം തന്നെ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ ഈ രണ്ടാമത്തെ വെപ്പൺ സിസ്റ്റം ഓഫീസർ, അദ്ദേഹത്തിന്റെ പാരച്യൂട്ട് പോയിട്ട് ലാൻഡ് ചെയ്ത് കുറച്ച് ദൂരെയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടെത്താൻ ആദ്യത്തെ സെർച്ച് SIR ടീം, അതായത് സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമിന് ആദ്യം കഴിഞ്ഞില്ല.
അപ്പൊ അവർ പിന്നെ ചെയ്ത എന്താ, ഇദ്ദേഹത്തിന് അത് മനസ്സിലായി. താൻ തന്നെ രക്ഷിക്കാൻ SIR ടീമിന് കഴിഞ്ഞില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അപ്പോഴേക്കും ഇറാൻ ഈ വിവരം അറിഞ്ഞ് കാണുമെന്നും ഒക്കെയുള്ള ബോധം ഈ പറയുന്ന വെപ്പൺസ് ഓഫീസർക്കുണ്ട്. പിന്നീട് അദ്ദേഹം ചെയ്തത്, അദ്ദേഹം രാത്രിയാകാൻ വേണ്ടി കാത്തിരുന്നു. അതുവരെ അദ്ദേഹം ഒരു പർവ്വതത്തിന്റെ ഒരു ഭാഗത്ത് ഒളിച്ചിരുന്നു. അതാണ് അവരുടെ, ഞാൻ പറഞ്ഞല്ലോ, ഈ ട്രെയിനിങ്ങിന്റെ ആദ്യ ഭാഗം ആൾക്കാരുടെ കണ്ണിൽപ്പെടാതെ സെർച്ച് ടീം, അതായത് ശത്രുവിന്റെ കണ്ണിൽപ്പെടാതെ ഒളിച്ചിരിക്കുക. അങ്ങനെ ഒരു പിന്നെ മലനിരകളുടെ ഒരു ക്രെവിസ് എന്ന് പറയുന്ന, അതായത് ഒരു ഒരു ഉള്ളിലേക്ക് കയറിയുള്ള ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ ഒരു തുരങ്കം പോലെ അങ്ങനെയൊക്കെയുള്ള ഒരു ഭാഗം കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം അവിടെ ഒളിച്ചിരുന്നു. അപ്പം ഈ സെർച്ച് ഓപ്പറേഷൻസിന്റെ ഒരു പ്രത്യേകത, അത് എപ്പോഴും രാത്രിയിലാണ് നടക്കുന്നത്. എന്തെന്നാൽ അമേരിക്കയ്ക്ക് വളരെ കൃത്യമായ നൈറ്റ് വിഷൻ പിന്നെ എക്യുപ്മെന്റ്സ് ഉണ്ട്. അതായത് രാത്രിയിൽ പകല് പോലെ നമുക്ക് കാണാൻ പറ്റുന്ന പിന്നെ ഉപകരണങ്ങൾ അവരുടെ കയ്യിലുണ്ട്. നൈറ്റ് വിഷൻ ഗൂഗിൾസ്, അതുപോലെ നൈറ്റ് വിഷൻ തോക്കുകൾ. ആ തോക്കുകൾ ഉപയോഗിച്ച് കൃത്യമായിട്ട് വെടിവെക്കാം. അപ്പൊ ഇറാനെ സംബന്ധിച്ച് രാത്രി എന്ന് പറയുന്നത് അവർക്ക് ഓപ്പറേഷന് ബുദ്ധിമുട്ടാണ്. ഇത് അമേരിക്കയ്ക്ക് അറിയാം. അതായത് ശത്രുവിനെ കൃത്യമായിട്ട് പഠിച്ചിട്ട് ശത്രുവിന്റെ പരിമിതികൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായ ഒരു ഓപ്പറേഷൻ നടത്തുന്നു. അങ്ങനെയാണ് രാത്രി വരെ ഇയാൾ കാത്തിരുന്നത്. അതിനുശേഷം അയാൾ മുകളിലേക്ക് കയറി, മലയുടെ മുകളിലേക്ക് കയറി. ഏതാണ്ട് ഒരു സമയത്ത് അയാൾ 7000 അടി ഉയരത്തിൽ വരെ എത്തി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പക്ഷെ അദ്ദേഹത്തിന് ചെറിയ പരിക്കൊക്കെ ഏറ്റിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് സർവൈവൽ കിറ്റ് കയ്യിലുണ്ടായിരുന്നു. ഹൈ എനർജി ടാബ്ലറ്റ്, വാട്ടർ പാക്കറ്റ്, ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിന് പറ്റി ഉണ്ടായ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിനിടയ്ക്ക് അമേരിക്കയ്ക്ക് ഒരു സംശയം വന്നു. കാരണം ഈ വ്യക്തി അതിൽ നിന്നും പിന്നെ ഗോഡ് ഈസ് പവർ അല്ലെങ്കിൽ ഗോഡ് ഈസ് ഗുഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് അയച്ചു. അത് അമേരിക്കയിൽ ചില തെറ്റിദ്ധാരണകൾക്ക് ഒക്കെ ഉണ്ടായി. അതായത് സാധാരണ മുസ്ലിങ്ങളാണ് പ്രൈസ് ടു അള്ളാ എന്നൊക്കെയുള്ള രീതിയിൽ എപ്പോഴും മെസ്സേജുകൾ അയക്കുന്നത്. അപ്പൊ ഇത് ഇദ്ദേഹം തന്നെ അയച്ചതാണോ, അതോ ഇദ്ദേഹം ഇറാന്റെ കൈവശം ഇറാൻ പിന്നെ ചാരസംഘടനകളോ അല്ലെങ്കിൽ ഇറാനിലെ ചില പിന്നെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ഇദ്ദേഹത്തിനെ കീഴടക്കിയോ, അവര് അമേരിക്കയ്ക്ക് കൊടുത്ത ഒരു വാണിംഗ് ആണോ? പവർ ടു ദ ഗോഡ്, പ്രൈസ് ടു അള്ളാ എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് ആ ഒരു രീതിയിൽ പവർ ടു ഗോഡ് എന്നുള്ള ഒരു മെസ്സേജ് അവിടെ ചെന്നു. പക്ഷെ പിന്നീട് അമേരിക്ക CIA ഇദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചപ്പോൾ സാധാരണ അമേരിക്കൻ സൈനികർ പലരും ഏത്തിസ്റ്റുകളാണ്. പക്ഷെ ഈ പിന്നെ വെപ്പൺ സിസ്റ്റം ഓഫീസർ കടുത്ത ദൈവവിശ്വാസിയാണെന്നും അത് കാരണം അദ്ദേഹം തന്നെ അയച്ചതാണെന്നും പിന്നീട് അവർ സ്ഥിരീകരിച്ചു. അതോടെയാണ് അവർക്കൊരു ആശ്വാസമായി. അദ്ദേഹം നിരന്തരമായിട്ട് അദ്ദേഹത്തിന്റെ പൊസിഷൻ GPS ബീക്കണുകൾ വഴി അമേരിക്ക പിന്നെ CIA-ക്ക് അദ്ദേഹം കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ CIA ആണ് US ആർമിക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ലൊക്കേഷൻ കൊടുക്കുന്നത്. പിന്നെ ഇതിനുശേഷം മറ്റൊരു പ്രശ്നം വന്നു. ഇറാൻ പിന്നീട് ഒരു അവകാശവാദം ഉന്നയിച്ചു. ഇറാൻ ഉന്നയിച്ച അവകാശവാദം എന്ന് പറയുന്നത്, അമേരിക്ക യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരാളിനെ രക്ഷപ്പെടുത്തിയിട്ടില്ല, അയാൾ ഇപ്പോഴും ഇറാനിൽ തന്നെ ഉണ്ട്, ഇത് അമേരിക്കയുടെ ഒരു കള്ളപ്രചരണമാണ്. കാരണം ഇറാനും ഇയാളെ സെർച്ച് ചെയ്യുന്നുണ്ട്. ആ സെർച്ച് ഓപ്പറേഷൻ നിർത്തിവെക്കാൻ വേണ്ടി ഇറാനിലെ പിന്നെ റവല്യൂഷണറി ഗാർഡ്സിന്റെ മനോവീര്യം തകർക്കാനായിട്ട് ഇറാന്റെ പിന്നെ പബ്ലിക്, അതായത് പിന്നെ സമൂഹം സാധാരണക്കാരെ ഈ തെരച്ചിൽ നിർത്തിയിട്ട് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് അമേരിക്ക കൊടുത്ത ഒരു കള്ള ഇൻഫർമേഷനാണ്, ഒരു വ്യാജ പ്രചരണമാണ് എന്നുള്ള രീതിയിൽ ഇറാൻ പറഞ്ഞു. ഇറാൻ അതിന് ചൂണ്ടിക്കാണിച്ചത്, ഈ ഇസ്ഫഹാൻ പ്രോവിൻസില് ഒരു പഴയ ഒരു എയർപോർട്ടുണ്ട്, അത് യൂസ് ചെയ്യാതെ കിടക്കുകയാണ്. അവിടെയാണ് അമേരിക്കയുടെ ഈ SIR ടീം, സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീം വന്നിറങ്ങിയത്. ആ SIR ടീം വന്നിട്ട് അവര് 2 MC-130 എന്ന് പറയുന്ന റെസ്ക്യൂ വിമാനങ്ങൾ അവിടെ ഇറങ്ങിയിരുന്നു. ഈ 2 വിമാനങ്ങളും പിന്നീട് തകർന്നു പോയി. പക്ഷെ ഇതിലെ പൈലറ്റുമാരൊക്കെ വേറെ വിമാനത്തിൽ കയറി രക്ഷപ്പെട്ടു. അപ്പൊ ഇതിലൊരു ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇറാൻ പറയുന്നത് അവര് ഈ പിന്നെ വെപ്പൺസ് സിസ്റ്റം ഓപ്പറേറ്ററെ രക്ഷപ്പെടുത്താൻ വന്ന ടീം സഞ്ചരിച്ചിരുന്ന വിമാനങ്ങൾ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് തകർക്കുകയും അങ്ങനെ അയാൾ വീണ്ടും ഇറാനിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയുമാണെന്നൊക്കെ ആയിരുന്നു ആദ്യത്തെ ഒരു ഇറാന്റെ അവകാശവാദം. പക്ഷെ പിന്നീട് അത് നിഷേധിക്കപ്പെട്ടു. പിന്നെ അതിന്റെ ക്ലാരിറ്റി വന്നിട്ടുണ്ട് ഇപ്പോഴും. അപ്പൊ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന, അമേരിക്ക പറയുന്നത്, ഇത് അമേരിക്ക ഈ ശരിക്കും
ഈ പ്രദേശത്ത് ഈ മനുഷ്യൻ ഒളിച്ചിരുന്ന പ്രദേശത്ത് തന്നെ റവല്യൂഷണറി ഗാർഡ്സ് എത്തിയിരുന്നു അവസാനം. അവർക്ക് ഇയാളെ ഒരുവിധം ഇയാളുടെ ലൊക്കേഷൻ അവർക്കും മനസ്സിലായിരുന്നു. അപ്പം അവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ആ പ്രദേശമാകെ ബോംബിങ് നടത്തി, അമേരിക്കയുടെ വിമാനങ്ങൾ. എന്നിട്ട് ഇറാൻ ഇത് രണ്ട് പഴയ വിമാനങ്ങളാണ്. ഈ വിമാനങ്ങൾ അമേരിക്ക തന്നെ തകർത്ത് കളഞ്ഞു. അങ്ങനെ തകർത്ത് കളഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഇവർ കുറച്ചു നേരത്തേക്ക് കോംപ്ലസൻ്റ് ആയി. അതായത് അവർക്കൊരു ആലസ്യം ബാധിച്ചു. അവരുടെ വെടിയുണ്ടകളേറ്റ അല്ലെ അവരുടെ മിസൈലുകളേറ്റാണ് ഈ സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ വിമാനം തകർന്നത് എന്നൊരു തെറ്റിദ്ധാരണ മൂലം അവർ കുറേ നേരം പിന്നോട്ട് പോയി. അതായത് ഈ ആൾക്കാർ മരിച്ചു പോയിരിക്കണം എന്നുള്ള ഇതിൽ. പക്ഷേ യഥാർത്ഥത്തിൽ മൂന്നാമതൊരു വിമാനം അമേരിക്ക ഇതിൻ്റെ മറവിൽ അവിടെ കൊണ്ടിറക്കി. അങ്ങനെ ആ മൂന്നാമത് ഇറക്കിയ റെസ്ക്യൂ വിമാനത്തിൽ ആദ്യത്തെ 2 വിമാനത്തിൻ്റെ പൈലറ്റുമാരും ഇയാളെ രക്ഷിച്ചെടുത്ത വെപ്പൺ സിസ്റ്റം ഓഫീസറെയും കയറ്റിയിട്ട് അവർ അവിടെ നിന്ന് പോയി. അപ്പോൾ ഇതൊരു വലിയ സാഹസികമായ ദൗത്യമായിരുന്നു. ഇത് ഒരല്പം തെറ്റിയിരുന്നെങ്കിൽ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ കൈവശം ഇവർ പലരും, അതായത് ആദ്യത്തെ പൈലറ്റ് മാത്രമല്ല, രണ്ടാമത് റെസ്ക്യൂവിന് വന്ന വിമാനത്തിലെ 2 പൈലറ്റുമാരും റവല്യൂഷണറി ഗാർഡ്സിൻ്റെ കയ്യിൽ പെട്ടേനെ. പക്ഷെ വളരെ കൃത്യമായിട്ട് നടത്തിയ ഓപ്പറേഷനാണ്. ഒരു ഭാഗത്ത് അവരുടെ കണ്ണു കെട്ടി, അതായത് അവരെ വഴിതെറ്റിച്ചു. എന്താ ചോദിക്കാമെന്നല്ലോ, ചോദിച്ചോളൂ. ഇതിലിപ്പം ആദ്യത്തെ ക്രൂ മെമ്പർ പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടു. പക്ഷെ രണ്ടാമത്തെ ആളാണ് 38 മണിക്കൂറോളം ഈ ഒരു മലഞ്ചേരി എന്ന് പറയുന്ന പ്രദേശത്ത് കുടുങ്ങിക്കിടന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ആദ്യത്തെ ആൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് രക്ഷപ്പെട്ടത്? അല്ല, അതാണ് ഞാൻ ആദ്യം അത് പറഞ്ഞിരുന്നു. അതായത് ഈ പാരച്യൂട്ടിലാണ്, 2 സെപ്പറേറ്റ് പാരച്യൂട്ടിലല്ല, ഒറ്റ പാരച്യൂട്ടിലല്ല രണ്ടുപേരൂടെ പറന്നിറങ്ങുന്നത്. ആദ്യത്തെ ആളിന്റെ പാരച്യൂട്ട്, ഒരാളുടെ പാരച്യൂട്ട് പർവ്വതത്തിന്റെ മുകളിലായിട്ട് കറക്റ്റ് ലൊക്കേഷനിലാണ് ചെന്നിറങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ ലൊക്കേറ്റ് ചെയ്യാൻ പിറകെ വന്ന ഈ സംഭവം നടന്ന ഉടൻ തന്നെ അമേരിക്കയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിന് വിവരം കിട്ടിയിരുന്നു. അപ്പോൾ ആദ്യത്തെ ആളിനെ രക്ഷപ്പെടുത്താൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. അയാളെ പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി. അയാളുടെ GPS ബീമുകൾ വളരെ കൃത്യമായിരുന്നു. അയാളുടെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ വളരെ കൃത്യമായിരുന്നു. രണ്ടാമത്തെ ആള് അയാളുടെ പാരഷൂട്ടിൽ അയാൾ ചെന്നിറങ്ങിയത് ഏതാണ്ട് ഈ മലയുടെ താഴ്വാരത്തിലായിരുന്നു. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് അയാൾക്ക് കമ്മ്യൂണിക്കേഷൻ ആദ്യം ഒരു ചെറിയ പ്രശ്നം നേരിട്ടു. അപ്പോൾ പെട്ടെന്ന് ഇവർക്ക് അയാളെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. GPS ബീക്കണുകൾ അത്ര കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അവിടെയാണ് അവർക്ക് ഇതൊക്കെ മിനിറ്റുകൾക്കുള്ളിൽ, ഒരു റെസ്ക്യൂ ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പം 3-4 മിനിറ്റിനുള്ളിലായിരിക്കും എൻ്റയർ ഓപ്പറേഷൻ അവർ നടത്തുന്നത്. ആ 4 മിനിറ്റിനുള്ളിൽ ഈ പറയുന്ന രണ്ടാമത്തെ ആളിനെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ഒരാളിനെ അവർ രക്ഷപ്പെടുത്തിയല്ലോ, അദ്ദേഹത്തിനെയും കൊണ്ട് അവർ പോകും. പിന്നീട് അടുത്ത ടീം വരും രണ്ടാമത്തെ ആളിനെ സെർച്ച് ചെയ്യാൻ. കാരണം അല്ലെങ്കിൽ ഈ രണ്ടുപേരും നഷ്ടപ്പെട്ടാലോ. ഇപ്പം നമുക്ക് ഒരാളിനെ തിരിച്ചു കിട്ടി, ആ ആളുമായിട്ട് എത്രയും വേഗത്തിൽ ആ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. ആ പ്രയോറിറ്റി അനുസരിച്ചാണ് അവരവിടുന്ന് ആളുമായിട്ട് രക്ഷപ്പെട്ടത്. രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത് അവർ വന്നപ്പോഴത്തേക്കും ഇദ്ദേഹം സൂര്യപ്രകാശം വരുന്ന ഒരു സമയമായി, വെളുപ്പിനായി. അപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് പിന്നീട് പുറത്തിറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം വളരെയധികം സമയം ഒരു പർവ്വതത്തിൻ്റെ ഒരു ഭാഗത്ത്, ഒരു ഗുഹ പോലുള്ള ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കേണ്ടി വന്നു. എന്താ ചോദിക്കാനുണ്ടോ എന്തെങ്കിലും? തീർച്ചയായിട്ടും സാറ് പറഞ്ഞത് വളരെയധികം എന്താ പറയാ, സാഹസികമായിട്ടുള്ളൊരു ട്രെയിനിങ് ഓപ്പറേഷൻ ആണ് അമേരിക്ക. അതെ. പിന്നെ ഈ പറയുന്ന പോലെ അവരുടെ ഇറാന്റെ മൊത്തം നെറ്റ്വർക്കുകളിലും അമേരിക്കയുടെയും ഇസ്രായേലിന്റെ ചാരന്മാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇറാന്റെ നിരവധി ഖമനയി തൊട്ട് താഴോട്ടുള്ള എല്ലാ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തിനെ അവർക്ക് ഇഷ്ടം പോലെ കൊല്ലാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു നീക്കം, അതായത് ഈ ഇന്റലിജൻസിൽ ഇറാനുള്ള വീഴ്ചകളാണ് യഥാർത്ഥത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപകരമായിട്ടുള്ള ഇത്തരം കൊലപാതകങ്ങൾക്ക് കാരണമാകുന്നു. അല്ലെങ്കിൽ ഈ ഇന്റലിജൻസ് കൃത്യമല്ല. അതായത് ആധുനിക യുദ്ധങ്ങളിൽ ഇന്റലിജൻസിന് വലിയൊരു പങ്കുണ്ട്. ശത്രുവിനേക്കാൾ മെച്ചപ്പെട്ട ആയുധം നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് മാത്രമായില്ല, ശത്രുവിൻ്റെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുക. ശത്രു എങ്ങനെയാണ്, ശത്രു നമ്മളെ പ്രത്യാക്രമണം നടത്താൻ പോകുന്നതിന് മുമ്പ്, ആ പ്രത്യാക്രമണത്തിന് മുമ്പ് തന്നെ അവർ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. ഇതൊരു വളരെ കോംപ്ലക്സ് പ്രോസസ്സാണ്. ഡാറ്റ പ്ലസ് വെപ്പൺ പ്ലസ് ഗ്രൗണ്ട് ആക്ഷൻ പ്ലസ് കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം കൂടെ ഒത്തുചേരുമ്പോഴാണ്
ഒരു ഓപ്പറേഷൻ വിജയമാകുന്നു. ആ ഓപ്പറേഷൻ വിജയമാക്കാൻ അമേരിക്കയ്ക്ക് പറ്റി. ഇപ്പോൾ ചോദിക്കൂ എന്താണ് സംശയം ഉണ്ടെങ്കിൽ. ഇവിടെ SCRE ട്രെയിനിങ് ഇപ്പം അമേരിക്കയുടെ ഭയങ്കര ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യക്കൊക്കെ ഇത്തരത്തിലുള്ളൊരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടോ, അതോ അമേരിക്കയ്ക്ക് മാത്രമാണോ? അല്ലല്ല, തീർച്ചയായിട്ടും ഇന്ത്യക്കുണ്ട്. സർവൈവൽ ഇപ്പം നമ്മുടെ പിന്നെ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പൈലറ്റ് വർദ്ധമാൻ, അദ്ദേഹം 2019 ബാലാക്കോട്ട് ആക്രമണത്തിന്റെ സമയത്ത് അദ്ദേഹം പാകിസ്ഥാനിൽ അകപ്പെട്ടു. നമുക്ക് അദ്ദേഹത്തിനെ ഇതുപോലെ സെർച്ച് ചെയ്ത് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അതിന് ഇന്നലെ നമ്മൾ അതിന്റെ കാരണം പറഞ്ഞിരുന്നു. ഇറാനിൽ പോയി സെർച്ച് ചെയ്യുന്നില്ല. അമേരിക്കയ്ക്ക് ഇവിടെയുള്ള വലിയ അഡ്വാൻറ്റേജ് ഇറാന്റെ കൈവശം എയർ ടു എയർ മിസൈലുകളില്ല. അതല്ലായിരുന്നെങ്കിൽ അമേരിക്കയുടെ ഈ വിമാനങ്ങളെ ദൂരെ നിന്ന് തന്നെ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ ഉപയോഗിച്ച് ഇറാന് തകർക്കാമായിരുന്നു. പാകിസ്ഥാന്റെ കൈവശം F-16, J-10C അല്ലെങ്കിൽ JF-17 ഇതെല്ലാം ആധുനിക വിമാനങ്ങളുണ്ട്. PL-15 പോലുള്ള അത്യന്താധുനിക എയർ ടു എയർ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകളുണ്ട്. അല്ലെ ആംറാം, അമേരിക്കയുടെ തന്നെ ആംറാം മിസൈലുണ്ട്. ഇറാന്റെ കൈവശം ഇതൊന്നുമില്ല. പക്ഷെ അവർ ഇതൊന്നും ഇല്ലെങ്കിലും അവർ പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ആയുധ പരിമിതിയും സത്യം പറഞ്ഞാൽ അമേരിക്കയുടെ ഓപ്പറേഷൻ വിജയിക്കുന്നതിന്റെ ഒരു ഘടകമാണ്. കാരണം വർഷങ്ങളായിട്ട് അവര് പിന്നെ ഉപരോധത്തിൽ ജീവിക്കുന്ന ഒരു ജനതയാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് ഈ ഒരു ഹെലികോപ്റ്റർ തകർന്നാൽ പോലും അത് പിന്നെ റിനോവേറ്റ് ചെയ്യാനോ അത് ഒന്ന് പുതുക്കിയെടുക്കാൻ, അതിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടിയിട്ടുള്ള സ്പെയർ പാർട്സ് പോലും അവരുടെ കയ്യിലില്ല. അതാണ് ഇതിനകത്തുള്ള ഇറാനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു പരിമിതി. ആ പരിമിതികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ പാകിസ്ഥാനെ പോലെയുള്ള ഇറാൻ കുറച്ചുകൂടി യുദ്ധങ്ങളിൽ നേരിട്ട് ഏർപ്പെട്ടിട്ടുള്ള രാജ്യമാണ്. കാരണം നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. 1980 തൊട്ട് ഇറാനെ സംബന്ധിച്ച് ഇറാഖ് യുദ്ധം 5 കൊല്ലം, അതിൽ 4 ലക്ഷത്തോളം സൈനികർ കൊല്ലപ്പെട്ടു. അങ്ങനെ നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ യുദ്ധം ചെയ്യുന്നു എന്നുള്ള ഒരു പ്രായോഗികത മാത്രമാണ് അവരുടെ ഒരു മെച്ചം. എന്തായാലും ശരി, ഇതൊരു ഞെട്ടിപ്പിക്കുന്ന ഓപ്പറേഷൻ ആയിരുന്നു. അമേരിക്കയ്ക്ക് ഇത് വിജയം നേടിയത് കാരണം ട്രംപിന്റെ മുഖം രക്ഷിക്കപ്പെട്ടു. ഇതിൽ പരാജയപ്പെട്ടിരുന്നെങ്കിൽ ട്രംപ് തീർച്ചയായിട്ടും, നമ്മൾ ഇന്നലെ അത് പറഞ്ഞിരുന്നു, ട്രംപിനെ പണ്ട് ജിമ്മി കാർട്ടർക്ക് ഇത് സംഭവിച്ച അതേ ഇത് വന്നേന്. ഇറാൻ ഈ പറഞ്ഞതുപോലെ പിന്നെ ഇയാളിപ്പോഴും ഇറാനിൽ തുടരുകയാണെന്നും അമേരിക്ക ഇയാളെ രക്ഷിച്ചില്ല എന്നും പറയുന്നൊന്നും ഇന്ന് ആരും വിശ്വസിക്കുന്നില്ല. അമേരിക്ക കുറേ വിവരങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട്. രക്ഷപ്പെട്ട ആളൊരു കേണലായിരുന്നു. ഇന്ന് രാത്രി എന്തോന്ന് പിന്നെ അടുത്ത ദിവസം ട്രംപിന്റെ പത്രസമ്മേളനം ഉണ്ടാവും. അതിൽ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം പുറത്തുവിടും. ഈ രക്ഷപ്പെടുത്തിയ വ്യക്തിയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തുവിടുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ്. അത് കാരണം അദ്ദേഹത്തിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരം വെളിയിൽ വന്നിട്ടില്ല. നമുക്ക് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് നമുക്ക് ഈ വിഷയം വിശദമായിട്ട് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ ഒന്നുകൂടി എത്തിക്കാം.